നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രഞ്ജിനി വരുന്നുണ്ട്. രൂപേഷേട്ടാ, ഇന്നേ ക്ലയൻസ് മീറ്റിംഗ് ഉള്ളതാ. നമുക്ക് വേണ്ടി ക്ലയൻസ് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ പാടില്ല. അതെ അതെ, ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് മുടക്കാനും പാടില്ല. എനർജി വേണ്ടേ? ഓ, ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നേ? എന്റെ രൂപേഷേട്ടാ, പങ്ക്ച്വാലിറ്റി വേണോന്നാ ഞാൻ പറഞ്ഞേ. ഈ ചൂരക്കറിക്ക് എന്താ ടേസ്റ്റ്! നല്ല നാടൻ കുടംപുളി ഇട്ട് വറ്റിച്ച് വെച്ചതുകൊണ്ടായിരിക്കും ഇത്ര ടേസ്റ്റ്. മുരിങ്ങയ്ക്ക നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതാ കറിക്ക് ഇത്രയും ടേസ്റ്റ് കൂടുതല്. രൂപേഷ്, ദേ നല്ല കുടംപുളി ഇട്ട് വെച്ച ചൂരക്കറിയും ബീഫ് ചില്ലിയും ചില്ലി ചിക്കനും മുട്ടക്കറിയും ഒക്കെ ഉണ്ട്. എടുത്ത് കഴിക്ക്. ഞങ്ങൾക്ക് മീനും മുട്ടയും ഇറച്ചിയും ഒന്നും വേണ്ട. ഇന്ന് വ്രതം തുടങ്ങുന്ന കാര്യം പറഞ്ഞതാണല്ലോ. അതെ അതെ, മീനും ഇറച്ചി മുട്ട ഒന്നും വേണ്ട. അയ്യോ, കഷ്ടമായിപ്പോയി രൂപേഷേ. അപ്പോ മുട്ടക്കറിയും നിനക്ക് വലിയ ഇഷ്ടമല്ലേ? ചൂരക്കറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അതിനെന്താ, വ്രതം നാളെ മുതൽ എടുത്താലും മതിയല്ലോ. മനുഷ്യരുടെ കാര്യം രൂപേഷേ, ഇഷ്ടമുള്ളതൊക്കെ ഇപ്പൊ തിന്നാ തിന്നു. നീ കഴിക്കേ. കഴിക്കേ. വ്രതമെടുക്കാന്ന് നേർച്ച നേർന്നത് ഞാനല്ലേ? രൂപേഷേട്ടനെ കഴിക്കണമെങ്കിൽ കഴിച്ചു. അത്രേ ഉള്ളൂ. നീ എടുത്ത് കഴിക്ക് രൂപേഷേ. രൂപേഷേ, നീ വെറുതെ വ്രതമൊന്നും എടുക്കാൻ നിക്കണ്ട. നിന്നെ കൊണ്ട് അതിന് പറ്റില്ല. അത് ശരിയാ. നോക്കതെടുത്ത് കഴിക്ക്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു. എന്താ ഒരു ടേസ്റ്റ്! നീ എടുത്ത് കഴിക്ക് രൂപേഷേ. മോനെ, വെജിറ്റബിൾ കറി ഒഴിക്കട്ടെ? വേണ്ട പച്ചി. നല്ല ചൂടപ്പത്തിലേ പാലും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചാലുള്ള രുചി ഒരു ചിക്കൻ കറിക്കും മീൻ കറിക്കും കിട്ടില്ല. അപ്പച്ചി, അമ്മയ്ക്ക് വേണ്ടി എടുക്കുന്ന വ്രതം മുടക്കാൻ പാടില്ലല്ലോ. കുറച്ച് പഞ്ചസാര കൂടി ഇട്ടെ. പെട്ടെന്ന് കഴിക്കുക പ്രശ്നേ, മീറ്റിംഗ് ഉള്ളൂ. കഴിക്കും. നിങ്ങളെന്താ കഴിക്കാത്തത്? നല്ല മീൻകറി എന്നല്ലേ പറഞ്ഞത്? എടുത്ത് കഴിക്ക്.
ഇതുപോലൊരു ക്ലൈം മീറ്റിംഗ് നടന്നിട്ട് വർഷങ്ങളായി. അതെ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കമ്പനിയുമായി ഓൺലൈൻ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര പെട്ടെന്നൊക്കെ ക്ലയന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാ നമുക്ക് എത്തിച്ചേരാൻ പറ്റണ്ടേ? പവിത്രൻ സാർ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, അത് ഞാൻ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോനെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഇരിക്കും. ഇരിക്കും. ഇത് രൂപേഷ്, വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമ സുമംഗല തങ്കച്ചിയുടെ മകൻ. ഇത് എന്റെ ഭാര്യ ദർശന. ചെയർപേഴ്സന്റെ സ്ഥാനത്തിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദർശനയാ. ആ, ഇന്നത്തെ ക്ലയൻസ് മീറ്റിംഗിൽ ഒരുപാട് പേർക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. പലരും വിദേശയാത്രകളിലും മറ്റുമാണെന്ന് അറിയിച്ചു. വലിയൊരു ഗ്യാപ്പ് ഈ മീറ്റിംഗിൽ വന്നതുകൊണ്ടാ ഇന്ന് തന്നെ നടക്കട്ടെ എന്ന് കരുതിയത്. മാഡം, ആ ഇത്രയും പേരെ വെച്ച് മീറ്റിംഗ് കൂടിയാൽ അത് സാരമില്ല. പിന്നെ നമ്മുടെ കമ്പനിയുടെ ക്ലയൻസ് മറ്റേതെങ്കിലും കമ്പനികളുമായിട്ട് ഡീല് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ശരി മാഡം. അല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ക്ലയൻസിന് നമ്മുടെ കമ്പനിയിൽ നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് ഇവരാരും തന്നെ എങ്ങോട്ടും പോവില്ല. കോവിഡ് കാലത്തിന് ശേഷം മാർക്കറ്റിലാകെ ഉണ്ടായിട്ടുള്ള ഒരു ഇടിവ് അത് നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അവിടെയൊക്കെ ക്ലയൻസിന് ഏറ്റവും ഫേവർ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കണക്കുകൾ പ്രകാരം വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബിസിനസ് ഗ്രാജുവൽ ആയിട്ട് കുറഞ്ഞു വരുന്നത്. പക്ഷേ അപ്പോഴും ക്ലയൻസിനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കി നിർത്തിയിട്ടേ ഉള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ക്ലയൻസിന് നേട്ടം കൂടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ ലക്ഷ്യം. കമ്പനി ഇനി ഷെയർ മാർക്കറ്റിലും അല്പം ശ്രദ്ധ വെക്കാൻ പോവാ. അത് ചിലപ്പോൾ അബദ്ധമായി പോവും. മാത്രമല്ല, ക്ലയൻസിന്റെ സമ്മതവും പ്രധാനമാണ്. പലർക്കും പല കാഴ്ചപ്പാടുകളായിരിക്കും, അല്ലേ? ഈ ബിസിനസ് അനുഭവങ്ങളും പ്രതീക്ഷകളുമാണ്. ഇവർക്ക് അനുഭവങ്ങളില്ലാത്തതിന്റെ പോരായ്മ എന്നും പോരായ്മയായിട്ട് തന്നെ കിടക്കും. ക്ലയൻസിന് പ്രതീക്ഷ നൽകുന്നതാവണം ബിസിനസ്. ഇനിയും ഉയരങ്ങൾ കയറാനും മുടക്കുന്ന പണത്തിന് അധിക മൂല്യം തിരികെ കിട്ടാനും ആഗ്രഹിക്കുന്നവരാ ക്ലയൻസ്. അവരുടെ ആ പ്രതീക്ഷകളെ അവര് വിചാരിക്കുന്നതിലും ഒരു പടി മുന്നിലെത്തിക്കാൻ നമ്മുടെ കമ്പനിക്ക് കഴിയുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്.